ഇപ്പം സമയം കഴിഞ്ഞിട്ട് മിഠായി എടുത്ത കുട്ടികളെയും താൻ വരുന്നതുവരെ മിഠായി എടുക്കാതെ നിയന്ത്രണം ആത്മനിയന്ത്രണം പാലിച്ച കുഞ്ഞുങ്ങളെയും ഒക്കെ അദ്ദേഹം പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അന്ന് താൻ മാർഷ്മലോ ടെസ്റ്റിന് വിധേയമാക്കിയ കുട്ടികളെ എല്ലാം തേടിപ്പിടിച്ചു. അന്ന് മിഠായി കഴിച്ചവരും കൊതിയുടെ മുമ്പിൽ തോറ്റുപോയവരും വിജയിച്ചവരെയും ഒക്കെ അവരുടെ ജീവിതങ്ങൾ തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന് നോക്കാനുണ്ടായിരുന്നു. അദ്ദേഹം അത് പിന്നീട് ഒരു നോട്ടാക്കി. ആ കുറിപ്പ് ശാസ്ത്രലോകത്ത്, പ്രത്യേകിച്ച് മനഃശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ ഒന്നായിരുന്നു. അതാണ് പിന്നീട് മാർഷ്മലോ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹം കുറിക്കുന്നു, അന്ന് മധുരത്തിന് മുമ്പിൽ ജയിച്ചവർ പിന്നീട് ജീവിതത്തിലും വിജയിച്ചിരുന്നു. അദ്ദേഹം കുറിക്കുകയാണ്, 1, അവർക്ക് വിൽ പവർ കൂടുതലായിരുന്നു. മിഠായി കഴിക്കാതെ താൻ വരുന്നതുവരെ പിടിച്ചു നിന്ന ആ കുട്ടികൾക്ക് വിൽ പവർ കൂടുതലായിരുന്നു. 2, അവർ നല്ല വ്യക്തിബന്ധങ്ങൾ അവർക്ക് പരിപാലിക്കാൻ കഴിഞ്ഞിരുന്നു. ഹെൽത്തി റിലേഷൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. 3, നല്ല സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള അധ്വാനവും അവർക്കുണ്ടായിരുന്നു. 4, തെറ്റായ സൗഹൃദങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കാൻ ആ കൗമാരക്കാർക്ക് കഴിഞ്ഞിരുന്നു. 5, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവർ ആരും ലഹരികൾക്ക് അടിപ്പെട്ടില്ല. ഇനി അവരെക്കുറിച്ച് അദ്ദേഹം എഴുതുകയാണ്, ഭാവിയിലെ നല്ല ജീവിതത്തിനായി വ്യായാമം എന്ന മുഷിപ്പുള്ള പരിപാടി അവർ ക്ഷമയോടെ പരിശീലിക്കുന്നുണ്ടായിരുന്നു. 7, ആകർഷണം തോന്നുന്ന ഓരോന്നും വാങ്ങിക്കൂട്ടാൻ അവർ തയ്യാറായിരുന്നില്ല. 8, സ്വപ്നങ്ങൾ സഫലമാക്കാൻ വേണ്ടി, തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കുറേശ്ശെയായി പണം സ്വരൂപിക്കുകയും അത് ഒരുമിച്ച് കൂട്ടിവെച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. വാൾട്ടർ മിഷേൽ പറയാണ്, ഏറെയും കുറഞ്ഞും ഈ ഗുണങ്ങളൊക്കെ അന്ന് മിഠായി കൊതിക്ക് മുമ്പിൽ പിടിച്ചു നിന്ന് വിജയിച്ച കുട്ടികൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം അന്ന് മിഠായി കഴിച്ചവരുടെ അവസ്ഥ അല്പം വിപരീതമായിരുന്നു. വിഷാദമും. 1, അദ്ദേഹം കുറിക്കുകയാണ്, വിഷാദമുള്ളവരായിട്ടാണ് ആ കുട്ടികളിൽ അധികം പേരെയും, എല്ലാവരെയും അല്ലെങ്കിലും അധികം പേരെയും എനിക്ക് കാണാൻ കഴിഞ്ഞത്. നല്ലതല്ലാത്ത കാര്യങ്ങളിലേക്ക് അവർ പെട്ടെന്ന് വീണുപോകുന്ന പ്രകൃതക്കാരായിരുന്നു. അതൊക്കെ അവരുടെ മനസ്സിന് പിന്നീട് അത് ആലോചിച്ച് അവരുടെ മനസ്സിനത് വലിയ ഭാരങ്ങളായി തീർന്നു. ഞങ്ങൾ അന്ന് ചെയ്തു പോയതോർത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതോർത്ത് വല്ലാതെ ദുഃഖിക്കുകയും ഖേദിക്കുകയും പലപ്പോഴും തങ്ങളെ തന്നെ വെറുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതക്കാരായിരുന്നു അവർ. അദ്ദേഹം കുറിക്കുകയാണ്, ആ കുട്ടികൾ മിക്കവരും എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാനും. വലിയ ചർച്ചയാണ് വാൾട്ടർ മിഷേലിന്റെ ഈ മാർഷ്മലോ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ പരീക്ഷണവും അതിൻ്റെ റിസൾട്ടും റിപ്പോർട്ടും ഒക്കെ ഉണ്ടായത്. ഇന്നും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ, മാർഷ്മലോ ടെസ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ അനവധി ചെറുതും വലുതുമായ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. നമുക്കും നമ്മുടെ പേരക്കുട്ടികളുടെ അടുക്കും മക്കളുടെ അടുക്കലും ഒക്കെ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്ന ഒന്നാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ കിൻഡർ ജോയ് ടെസ്റ്റ് എന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇന്ന് കിൻഡർ ജോയ് ആണല്ലോ കുട്ടികളുടെ ഏറ്റവും അട്രാക്റ്റീവായ മിഠായി. മാർഷ്മലോ ഒന്നും ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദഹിക്കണമെന്നില്ല, ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്ക് പരീക്ഷിച്ച് നോക്കാം, അവർ എത്രത്തോളം ആത്മനിയന്ത്രണം പാലിക്കുന്നവരാണ് എന്നറിയാം. സഹോദരിമാരെ, IQ മാത്രമല്ലല്ലോ ഇന്നത്തെ എഡ്യൂക്കേഷനിൽ നോക്കുക. ഇന്റലിജന്റ് കോഷന്റ് മാത്രമല്ല, EQ കൂടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായും ഗ്രോത്തിന്റെ ഭാഗമായും ഒക്കെ ഇന്ന് പരീക്ഷിക്കപ്പെടുകയും അളക്കപ്പെടുകയും മാനദണ്ഡമാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ കോഷന്റ്, വൈകാരിക പക്വത, വൈകാരിക സാക്ഷരത എന്നൊക്കെയാണ് അതിന് പറയാം. ഇപ്പോ ബുദ്ധിരാക്ഷസന്മാരായതുകൊണ്ട് മാത്രം ആയില്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരീക്ഷകളിലോ ഇന്റർവ്യൂകളിലോ മാത്രമല്ല, ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ
ഐക്യുവിനൊപ്പം അല്ലെങ്കിൽ അതിലേറെ വേണ്ട ഒരു ക്വാളിറ്റിയുടെ പേരാണ് ഇമോഷണൽ കോഷന്റ്, വൈകാരിക സാക്ഷരത, വൈകാരിക പക്വത എന്ന് പറയുന്നത്. ഇത് ഏറ്റവും മനോഹരമായി, അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് പരിശീലിക്കാനുള്ള അവസരമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചെറിയ പ്രായം മുതൽ, അല്ലേ, 6-ാമത്തെ വയസ്സിലോ 7-ാമത്തെ വയസ്സിലോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ആദ്യത്തെ നോമ്പ്. ഒന്ന് ഓർത്തു നോക്ക്, നമ്മുടെ ആദ്യത്തെ നോമ്പ് ഒന്ന് ഓർത്തു നോക്കൂ. വലിയൊരു മാർഷ്മെലോ ടെസ്റ്റിലൂടെ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആദ്യം അരനോമ്പ് പിടിച്ചാ തുടങ്ങിയത്. ഉച്ചയ്ക്ക് വിട്ടു, ഉച്ചവരെ പിടിച്ചാൽ ഉച്ചവരെ നോമ്പ് കിട്ടും എന്നാണ് നമ്മോട് പേരൻസ് പറഞ്ഞു തന്നത്. അതിൽ സന്തോഷിച്ചു. ഞാൻ അരനോമ്പ് പിടിച്ചു, 3/4 നോമ്പ് പിടിച്ചു, ഒരു നോമ്പ് ഫുള്ളാക്കി. ആ ദിവസം ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ കാത്തിരുന്ന് ഒരുപാട്, നമ്മളതിനെ മനഃശാസ്ത്ര വിശകലനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രം. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് നന്നായി ദാഹിച്ചും വിശന്നുമുണ്ട ആ സമയത്ത് നമ്മളിൽ ആരൊക്കെ വധു എടുത്തപ്പോൾ ആരും കാണാതെ വെള്ളം അകത്താക്കിയില്ല? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെയും അള്ളാഹു മാർഷ്മലോ ടെസ്റ്റിന് ചെറുപ്പത്തിൽ വിധേയമാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയില്ലായിരുന്നേ ഉള്ളൂ. നമ്മളിൽ ചിലരെങ്കിലും അന്ന് വധു എടുത്തപ്പോൾ ഒരിറക്ക് വെള്ളം ആ ദാഹമൊന്ന് ശമിക്കാൻ അകത്താക്കിയവരോ അല്ലെങ്കിൽ പിടിച്ചു നിന്നവരോ ആണ്. നമ്മുടെ വൈകാരിക സാക്ഷരത, ഇമോഷണൽ കോഷന്റ് എത്രയുണ്ടെന്ന് അളക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ തുടർന്ന് ഈ മാർഷ്മെലോ ടെസ്റ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന 2 ടേമുകളാണ് ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷനും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും. എന്താണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലം അപ്പ കിട്ടണം, അപ്പ അറിയണം, അപ്പ അനുഭവിക്കാൻ കഴിയണം. ജെൻസിക്ക് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഇന്റൻസ്, തീവ്രത പഴയ തലമുറയേക്കാൾ കൂടുതലാണ് എന്ന് പഠനങ്ങളും നിരീക്ഷണങ്ങളും ലേഖനങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. റിസൾട്ട് പെട്ടെന്ന് കിട്ടണം എന്ന ടെൻഡൻസി, അതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതേസമയം ഒരു വർക്കിന്റെ, ഞാൻ ചെയ്ത ഒരു അധ്വാനത്തിന്റെ, ഞാൻ ചെയ്ത ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് അല്പം വൈകിട്ടായാലും എനിക്ക് കിട്ടാൻ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അതിനാണ് സബർ, ഇസ്തിബാർ എന്നൊക്കെ ഖുർആൻ പറയുന്നത്. സൂറത്തു ആൽ ഇമ്രാനിലെ അവസാനത്തെ 2 പേജ്. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, റസൂല് എന്റെ ഊഴം എത്തുന്ന രാത്രിയിലെത്തി, മറ്റു പത്നിമാർക്കൊപ്പം എന്റെ ഊഴം എന്റെ രാത്രിയിലെത്തി. അങ്ങനെ ഞങ്ങള് രാത്രിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലിനോട് പറഞ്ഞു, റസൂൽ, ആയിഷ, ഇന്ന് എന്റെ റബ്ബുമായി ഇബാദത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിനെ അനുവദിക്കൂ. നോക്കൂ, ലൈംഗിക സാക്ഷരതയും ലൈംഗിക ജീവിതവും എത്ര ജനാധിപത്യപരമായിട്ടാണ് റസൂലുള്ളാഹി കൈകാര്യം ചെയ്യുന്നതെന്ന്. ഇണയുടെ അനുവാദത്തോടെ, അവളുടെ ഊഴമാണ്, അവളുടെ അവകാശമാണ്, സമയവും, എന്നെ അനുവദിക്കൂ. അപ്പൊ ആയിഷ ബീവിയുടെ മറുപടിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലിന്റെ പത്നി മാത്രമായിരുന്നില്ലല്ലോ, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റും കൂടിയായിരുന്നല്ലോ. റസൂലുള്ളാഹിയുടെ ട്രെയിനിങ് മുഴുവൻ, നോളജും ട്രെയിനിങ്ങും കിട്ടിയ ഏറ്റവും ഉത്തമ വനിത എന്ന് പറയാവുന്ന സ്ത്രീ ആയിരുന്നല്ലോ ആയിഷ ബീവി, അല്ലേ? ഗുരുശിഷ്യ ബന്ധവും കൂടിയായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അതിന്റെ സ്വാതന്ത്ര്യമാണ് ആയിഷ ബീവി എപ്പോഴും റസൂലിന്റെ തരുത്തിരുന്നത്. ആയിഷ ബീവിയുടെ മറുപടി നോക്ക്, റസൂലെ, എനിക്ക് അങ്ങയുടെ സാമീപ്യം ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇന്ന് അങ്ങയെ വേണം. രണ്ടാമത്തെ മറുപടി, പക്ഷെ അങ്ങേക്ക് സന്തോഷം കിട്ടുന്നത് എന്തോ അതും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് ഇബാദത്തിൽ മുഴുകിക്കോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്നത്തെ ദിവസം ആയിഷ ബീവി അന്നത്തെ രാത്രി രേഖപ്പെടുത്തുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ദീർഘമായി നമസ്കരിച്ചു, ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തു. റസൂലുള്ളാഹി കരയാൻ തുടങ്ങി. കരഞ്ഞ് അദ്ദേഹത്തിന്റെ താടിരോമങ്ങൾ നനഞ്ഞു, അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലം നനഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ പ്രഭാതമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്തിന് അനുവാദം ചോദിക്കാനായി റസൂലിന്റെ അടുത്ത് എത്തിയപ്പോൾ റസൂൽ കരയുന്നതാണ് കാണുന്നത്. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എന്തിനാണ് കരയുന്നത്? അങ്ങേക്ക് അള്ളാഹു വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നല്ലേ? അപ്പൊ റസൂലിന്റെ മറുപടി, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള, ഗ്രാറ്റിറ്റ്യൂഡുള്ള, കൃതജ്ഞതാബോധമുള്ള അടിമയാകണ്ടേ എന്നാണ് ആയിഷയോടും ബിലാലിനോടും ഒക്കെ ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലാണ് 4-5 ആയത്തുകളിലായി റമദാൻ വ്രതത്തെ കുറിച്ച് പറയുന്നത്.
ലഅല്ലക്കും തത്തഖൂൻ, ഒന്നാമത്തെ ലക്ഷ്യം തഖ്വയാണ്. വേറെ 5 ലക്ഷ്യങ്ങളും കൂടി അവിടെ പറയുന്നുണ്ട്. അതിലൊന്ന് വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്രുള്ളവരാവണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവണം എന്നതാണ്. നോക്കൂ, റമദാൻ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രങ്ങൾ എന്താ? നോമ്പ് തുറ, അല്ലെ? റമദാൻ ഓർമ്മകൾ, റമദാനിലെ ഓർമ്മകൾ. റമദാൻ മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തിരതല്ലി എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇഫ്താർ, ഇടയത്താഴം, തറാവീഹ് നിസ്കാരം, അല്ലെ? സമൂസ, പഴംപൊരി, ചായ, തരിക്കഞ്ഞി, അല്ലെ? പിന്നെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നോക്കൂ, ഖുർആൻ റമദാൻ മാസം എന്ന് ഒറ്റ തവണയെ പറഞ്ഞിട്ടുള്ളൂ. 6236 സൂക്തങ്ങൾ ഉണ്ടായിട്ട്, 10,000 വാചകങ്ങൾ, വേർഡുകൾ ഉണ്ടായിട്ട് ഒറ്റ തവണയാണ് റമദാൻ മാസം എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്ന മാസമെന്നോ വിശ്വാസികൾ ദീർഘമായി നിശാ നമസ്കാരം നടത്തുന്ന മാസമെന്നോ ഒന്നുമല്ല, ഖുർആൻ അവതരിച്ച മാസം എന്നാണ് പറഞ്ഞത്. അപ്പോ കല്യാണാഘോഷങ്ങളിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ വരനും വധുവുമായ ആണെന്നതുപോലെ ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലല്ലോ. വരന്റെയും വധുവിന്റെയും സമാഗമവും സംഗമവുമാണ് വിവാഹം ആഘോഷങ്ങളെങ്കിൽ, അതിന്റെ മർമ്മമെങ്കിൽ, റമദാൻ മാസത്തിന്റെ മർമ്മം നോമ്പല്ല, ഖുർആനാണ്. ഖുർആനാണ്. ഖുർആൻ അവതരിച്ചതിന്റെ ബൈ പ്രൊഡക്റ്റായി നമ്മോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. നമുക്ക് മാത്രമല്ല, മുൻകാല സമുദായങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. റമദാൻ മാസം ഖുർആൻ മാത്രം അവതീർണമായ മാസം അല്ല കേട്ടോ. ഹദീസുകളിൽ കാണാം, സുഹുഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിന്റെ ഏടുകൾ ലഭിച്ചത് റമദാൻ 1-നാണ്. മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയത്, തോറ അവതരിച്ചതും റമദാൻ 6-നാണ്. ഹദീസിലുള്ളതാണ്. ഇഞ്ചീല് ഈസാ അലൈഹി ഇസ്ലാമിക്ക് ലഭിച്ചത് റമദാൻ 13-നാണ്. സബൂർ ദാവൂദ് അലൈഹി ഇസ്ലാം, കിങ് ഡേവിഡിന് ലഭിച്ചത് റമദാൻ 18-നാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ ലൈലത്തുൽ ഖദർ അവതരിച്ചത് ഒരു റമദാൻ 24-ാമത്തെ രാത്രി 25-ാമത്തെ ദിവസമായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിച്ചത് റമദാനിലായിരുന്നു. അതിന്റെയൊക്കെ നന്ദി പ്രകടനം എന്ന നിലയ്ക്കാണ് നമുക്കും ഉമ്മത്ത് മുഹമ്മദിനും മുൻകാല സമുദായങ്ങൾക്കും ഒക്കെ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്ദി പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗങ്ങൾ, സമ്മേളനങ്ങൾക്കൊടുവിൽ നടത്തുന്ന നന്ദി പ്രസംഗം പോലെ ആളൊഴിഞ്ഞ ഓഡിയൻസിൽ ഉണ്ടാവേണ്ട ഒരു വികാരത്തിന്റെ പേരല്ല കൃതജ്ഞത എന്ന് പറയുന്നത്. അത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആപാദ ചൂടം, അടിമുടി ചൂടു നിൽക്കേണ്ട വികാരത്തിന്റെയും ബോധത്തിന്റെയും അവബോധത്തിന്റെയും പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. വലഅല്ലക്കും തഷ്കുറൂൻ. അത് വേണ്ടേ എന്നാണ്. ശരിയാണ്, സ്വർഗം ഗ്യാരണ്ടിയാണ്. പക്ഷെ പടച്ചവൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്? അതിങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ എണ്ണിയാൽ ഒടുങ്ങുമോ? ഇല്ല. എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് പകരം ഞാൻ ശുക്രുള്ള അടിമയാകണ്ടേ ആയിഷ, ബിലാലെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് കിട്ടണമെന്ന ആഗ്രഹം, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. രണ്ടാമത്താണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നോമ്പിലൂടെ നമ്മൾ പരിശീലിക്കുന്നത്. നോമ്പിലൂടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഒട്ടുമിക്ക ഇബാദത്തുകൾ എടുത്തു നോക്കൂ. ആഖിറം എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗം, ലിഖാ അല്ലാഹ്, പടച്ചവനെ കണ്ടുമുട്ടൽ. അവിടെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഇന്നേ വരെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, അല്ലെ, ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തത്ര ആനന്ദകരമായ, ആഹ്ലാദകരമായ, അടിച്ചുപൊളിയുടെ ഒരു ലൈഫാണ് നമ്മളെ സ്വർഗം. അതിനു വേണ്ടിയാണല്ലോ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ എല്ലാ ദിവസവും മുറ തെറ്റാതെ കുനിയുകയും നിവരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, വരാനിരിക്കുന്ന മഹത്തായ ഒരു പ്രതിഫലത്തിന് വേണ്ടി ക്ഷമയോടെ മുടക്കാതെ നിരന്തരം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, ജുമുഅ, ആയുസ്സിലൊരിക്കലുള്ള ഹജ്ജ്, വർഷാവർഷം നമ്മൾ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടത്തി സക്കാത്ത്, വർഷാവർഷം വരുന്ന നോമ്പ്, എല്ലാം ഇതാണ്. ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ വളർത്തുക എന്നുള്ളതാണ്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതിലൊന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. ശരിയാണ്, അത്രയും നേരം ദാഹിച്ചും വിശന്നും ഇരുന്നിട്ട് പിന്നെ തണുത്ത പാനീയം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ, രുചികരം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു സന്തോഷം വരുന്നുണ്ട്. ഒരു ബയോളജിക്കൽ പ്ലഷർ നമുക്ക് കിട്ടുന്നുണ്ട്.
അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. മുതിർന്നവർക്ക് അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ചെറിയ മക്കൾക്കോ, നമ്മൾ ചെറുപ്പത്തിൽ നോമ്പെടുത്തപ്പോഴോ ദീർഘമായ മണിക്കൂറുകളായിരുന്നു. ബാങ്ക് വിളിക്കാറായപ്പോ ക്ലോക്കിലേക്ക് നോക്കി ഇരുന്നിട്ട്, ബാങ്ക് വിളിക്കുന്നില്ലേ ഉമ്മ, ബാങ്ക് വിളിക്കുന്നില്ലേ ഇക്ക, എന്താ ബാങ്ക് കേൾക്കാത്തത് എന്ന് നമ്മൾ ക്ഷമയോടെ പോയ ഒരു സമയമുണ്ട് ചെറുപ്പത്തിലേക്ക് മടങ്ങണം. അന്ന് ക്ലോക്കിലെ സൂചി എഴഞ്ഞാണ് നീങ്ങിയിരുന്നത്. ഈ മുഅദ്ദിൻ എന്താ ബാങ്ക് കൊടുക്കാൻ വൈകുകയാണോ എന്ന് നമ്മൾ അക്ഷമയോടെ, അന്ന് ചെറുപ്പത്തിൽ അത് നമുക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പക്ഷെ മുതിർന്നു, ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ പാകമായി പഴുത്തു. അപ്പോ നമുക്ക് ഓരോ നോമ്പിന്റെ തുറയുടെ സമയവും നമുക്ക് കിട്ടുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇനി രണ്ടാമത്തേത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതിനൊക്കെ ഒടുവിൽ, ഇങ്ങനെയുള്ള ഇബാദത്തുകൾക്കെല്ലാം ഒടുവിൽ, നീണ്ട 60-70 വർഷങ്ങളുടെ ജീവിതത്തിനൊടുവിൽ നമ്മൾ ബർസഖി ജീവിതവും കഴിഞ്ഞ്, ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ്, മഹ്ശറയിലെ വിചാരണയും കഴിഞ്ഞിട്ട്, സിറാത്ത് പാലവും കടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സ്വർഗത്തിലേക്കൊരു പോക്കുണ്ട്. പോയി അങ്ങനെ സ്വർഗത്തിലെത്തി അവിടെ ആദ്യത്തെ 6 ദിവസം അവിടുത്തെ ഓരോന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ശരിയല്ലേ? നമ്മളോട് ഇവിടെ പറഞ്ഞ എന്താ? ആകാശഭൂമികളെക്കാൾ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗലോകത്തേക്കും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ പാഞ്ഞെടുക്കൂ, ഓടിയെടുക്കൂ എന്നാണ് നോമ്പിലൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ഇൻസ്പിറേഷൻസ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ, പോസിറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ, കമോൺ എന്ന് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു വിളിയാളം അശരീരി ആകാശലോകത്ത് മുഴങ്ങുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും മനസാക്ഷി അകക്കാതുകൊണ്ട് നമുക്ക് കേൾക്കാനും സെൽഫ് ഇൻസ്പയർഡ് ആവാനും കഴിയണമല്ലോ. അങ്ങനെ ഭൂമിയിൽ നമ്മൾ ഈ ആയുസ് മുഴുവൻ ചെലവഴിച്ച് എത്ര രാജ്യങ്ങളാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? വിവിധ സംസ്കാരങ്ങൾ, ഭക്ഷണങ്ങൾ, ആളുകൾ, വസ്ത്രധാരണങ്ങൾ, അല്ലെ? യാത്ര ആർക്കാണ് ഹരമല്ലാത്തത്? അങ്ങനെ ഈ കൊച്ചു ഭൂമിയിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാതെയാണ് നമ്മൾ മരണമടയുന്നത്. ഈ ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് കടൽ ലോകത്തിന്. അവിടെയും തന്നെ നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത എത്രയോ കാര്യങ്ങളാണോ, എത്ര വിസ്മയങ്ങളാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഈ കൊച്ചു ഭൂമിയിൽ അള്ളാഹു ഇത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയാതെയാണ് നമ്മൾ അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതെങ്കിൽ, സ്വർഗലോകത്ത് എത്ര എക്സ്പ്ലോർ ചെയ്താലാണ് തീരുക? എന്തൊക്കെ അത്ഭുതങ്ങളും വിസ്മയങ്ങളും കോസ്മിക് മെഗാ എക്സിബിഷനുകളാണ് അള്ളാഹുവോട് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ഇതിനെല്ലാം ഒടുവിൽ 7-ാം ദിവസം, വെള്ളിയാഴ്ച ദിവസം, ഹദീസുകളിൽ കാണാം അള്ളാഹുവിന്റെ ഒരു വരവുണ്ട് സ്വർഗത്തിലേക്ക്, സ്വർഗവാസികളെ കാണാൻ വേണ്ടിയിട്ട്. അത് ഒറ്റയ്ക്കല്ല, മലക്കുകൾ പരിവാരങ്ങളോടെയാണ് വരിക എന്നാണ്. അത് കാണുമ്പോൾ അള്ളാഹുവിന്റെ വരവും, അള്ളാഹുവിനെ അവർ ആദ്യമായി ലിഖാഉല്ലാഹ്, തജല്ലി എന്നൊക്കെയാണ് സൂഫി ടേമുകളിലൊക്കെ കാണുന്നത്. തജല്ലി, അള്ളാഹുവിന്റെ ഒരു വെളിപ്പെടലുണ്ട്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെ അത്യാഡംബര വിഭൂഷിതരായി മലക്കളോടൊപ്പം അവരുടെ അകമ്പടിയോടെ അള്ളാഹു വരും. അതുവരെ സ്വർഗവാസികൾ സ്വർഗത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ആസ്വാദനങ്ങളും അനുഗ്രഹങ്ങളും സുഖാനുഭൂതികളും എല്ലാം ഒരു വേള മറന്ന് അള്ളാഹുവിനെ കാണുക എന്ന ആ മെഗാ എക്സിബിഷൻ ഉണ്ടല്ലോ, ആ വിഷ്വൽ ട്രീറ്റ്മെന്റ്, ആ വിഷ്വൽ ട്രീറ്റിൽ വിസ്മയിച്ച് അങ്ങനെ നിന്നു പോകുമെന്നാണ്. സ്വർഗവാസികൾ അതുവരെയുള്ള സകല അനുഗ്രഹങ്ങളും മറന്നു പോകുന്നതാണ് ആ കാഴ്ചയിൽ അങ്ങ് ആണ്ടുപൂണ്ട് ലയിച്ചു നിന്നിട്ട്. അള്ളാഹു ചോദിക്കുമെന്നാണ്, എങ്ങനെയുണ്ട് അള്ളാഹുവെ, നീ ഞങ്ങൾക്കെല്ലാം നീ വാഗ്ദാനം ചെയ്തതെല്ലാം ഞങ്ങൾക്ക് നീ നിറവേറ്റി തന്നു, ഞങ്ങൾക്ക് അതിലധികം തന്നു. ഹൽ മിൻ മസീദ്, ഖുർആനിലുണ്ട് ആ ഡയലോഗൊക്കെ. നോക്കൂ, ഖുർആൻ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിതാബാണെന്ന്. ഖുർആനിലൂടെ ഇങ്ങനെ ഒരു ആവർത്തി കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ നമ്മൾ. മുൻകാല സമുദായങ്ങളെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാളായിട്ടും ബർസഖി ജീവിതമായിട്ടും മഹ്ശറയായിട്ടും സ്വർഗമായിട്ടും നരകമായിട്ടും ഭാവിയിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുടെ സ്ക്രിപ്റ്റാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പുണ്യപാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അപ്പൊ അവിടെ ഹൽമിൻ മജീദ്, ഇനി എന്തെങ്കിലും വേണോ? സ്വർഗവാസികൾ ആഹ്ലാദത്തോടെ പറയുന്നതാണ്, പടച്ചോനെ, ഞങ്ങൾ വിചാരിച്ചതിലും
ഞങ്ങൾ സങ്കല്പിച്ചതിലും ഞങ്ങൾക്ക് ഇമേജ് ചെയ്യാൻ എന്താ പറയാ, ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ് നീ ഞങ്ങൾക്ക് തന്നത്. ഇനിയും വർദ്ധിപ്പിച്ചു തരാനോ? വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. ഓരോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും കൂടുതൽ അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകുന്നതാണ് ആ സന്ദർശനത്തിന്റെ ബാക്കിയായിട്ട്. പിന്നെ അടുത്ത ഒരാഴ്ച വരെ അള്ളാഹുവിന്റെ ആ വരവിനെ കുറിച്ചും അള്ളാഹു അവിടെ നടന്ന ഇവന്റുകളെ കുറിച്ചും അള്ളാഹുവിന്റെ അതിനെക്കുറിച്ചായിരിക്കും സ്വർഗവാസികൾ മുഴുവൻ സംസാരിക്കുക എന്നാണ്. അടുത്ത ആഴ്ചയും അള്ളാഹു വരും. ഓരോ വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിന്റെ വരവിന് കാത്തിരിക്കും. ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷാവസരങ്ങളുണ്ട്. അതിലൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊരു ബയോളജിക്കൽ പ്ലഷറാണ്, താൽക്കാലികമാണ്, എങ്കിലും നമുക്ക് സന്തോഷമാണ്. രണ്ടാമത് കിട്ടാനിരിക്കുന്നത് എന്നതാണ്. റബ്ബിനെ കണ്ടുമുട്ടുന്ന ഓരോ വേളകളും അത് ആനന്ദകരമാണ്. അതിന്റെ സുഗന്ധവും അതിന്റെ അനുഭവവും അതിന്റെ വിസ്മയ കാഴ്ചകളും ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോവില്ല. സ്വർഗത്തിൽ അടുത്ത ആഴ്ച അള്ളാഹുവിന്റെ വരവിനായി സ്വർഗവാസികൾ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ്. കാത്തിരുന്ന് ഓരോ ആഴ്ചയും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ അനുഗ്രഹങ്ങളെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അള്ളാഹു. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അപ്പൊ നോമ്പുകാരൻ എന്ന് പറയാൻ കാരണം എന്താ? നിസ്കാരക്കാരും ഹാജിമാരും ഉംറക്കാരും ഒക്കെ ഇല്ലേ? അവിടെയാണ് നോമ്പിന്റെ പ്രത്യേകത. എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷെ നോമ്പ് എല്ലാ ഇബാദത്തുകൾക്കുമുള്ള പ്രതിഫലം അള്ളാഹു കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കൗണ്ടബിൾ ആണ്, നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നുണ്ട്. നിസ്കാരത്തിന് ഇത്ര, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ 27 പ്രതിഫലം. പള്ളിയിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഓരോ കാലടിക്കും പാപങ്ങൾ പുറത്തു കിട്ടുന്നു. പാപങ്ങളെല്ലാം പുറത്തു കിട്ടിയാൽ പിന്നെ ദറജ കൂടുന്നു, പുണ്യങ്ങൾ വർദ്ധിക്കുന്നു. ഇങ്ങനെ എല്ലാം കൗണ്ടബിൾ ആണ്. പക്ഷേ നോമ്പിന്റെ പ്രതിഫലം അൺകൗണ്ടബിൾ ആണ്. അത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് അള്ളാഹു വെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അനൗൺസ്ഡ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണോ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതാണോ അവരെ കൂടുതൽ ത്രില്ലടിപ്പിക്കുക? ഉറപ്പായും സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അതുപോലെ നോമ്പുകാരന് അള്ളാഹു സർപ്രൈസ് ഗിഫ്റ്റുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ നാളുകളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ പകരമായി നിങ്ങൾ യഥേഷ്ടം ആനന്ദത്തോടെ ആസ്വദിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഭോഗിക്കുക എന്നതാണ്. ഉപഭോഗ സംസ്കാരം ദുനിയാവിലെ മോശമുള്ളൂ കേട്ടോ, സ്വർഗത്തിൽ അത് ഏറ്റവും മനോഹരമായ അനുഭവമാണ് എന്ന് അള്ളാഹു പറയുന്നതാണ്. നോക്കൂ, കുഞ്ഞുങ്ങളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും നമുക്ക് സന്തോഷം വരും. പക്ഷേ സ്കൂളിൽ വെച്ച് ക്ലാസിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വരും. എന്റെ ക്ലാസിന്റെ ഗ്രൂപ്പ് ഫോട്ടോ. ആ ഗ്രൂപ്പ് ഫോട്ടോ വാങ്ങിയിട്ട് നമ്മൾ ആദ്യം നോക്കുക ആരെയാണ്? നമ്മുടെ കുഞ്ഞിനെയാണ് നോക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഇഷ്ടമാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നമുക്ക് പ്രത്യേക ഇഷ്ടമാണ്. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് ഇഷ്ടമാണെങ്കിലും അസൗമുലി വഅനാജിസി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. യദഉ തുആമഹു വശറാബഹു ലി, അവൻ എനിക്ക് വേണ്ടിയാണ് വിശപ്പും ദാഹവും അനുഭവിച്ചത്, ഭക്ഷണവും പാനീയങ്ങളൊക്കെ ഒഴിവാക്കിയത്. അതുകൊണ്ട് നോമ്പുകാരന്റെ വായിലുണ്ടാകുന്ന ദുർഗന്ധം കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയേ, മുലപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ്, ഒന്നാലോചിച്ച് നോക്കുക. ആ കുഞ്ഞ് പാല് മാത്രം കുടിക്കുന്ന ഉമ്മ, ആ കുഞ്ഞിന്റെ ഉമ്മ അതിനെ ചേർത്ത് പിടിച്ച് വാസനിക്കും അല്ലേ? ആ കുഞ്ഞിന്റെ വായയിൽ നിന്ന് ഊറി വരുന്ന സുഗന്ധം അത് സ്വർഗീയമാണ്. മുലപ്പാലിന്റെ ആ സ്മെല്ലും കുഞ്ഞിന്റെ വായക്കുണ്ടാകുന്ന ആ തേൻ ഇടുമ്പുന്ന ആ സ്മെല്ലുണ്ടോ, അത് സ്വർഗീയമായ സുഗന്ധമാണ്. നമ്മൾ എത്രയാണ് നമ്മുടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് ഉമ്മ കൊടുത്തിട്ടുള്ളത്. ആ സുഗന്ധം അള്ളാഹു അതിനേക്കാളും ഓരോ നോമ്പുകാരനെയും സ്നേഹിക്കുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു നിർത്തിയില്ല. നോമ്പുകാരൻ വിശന്നിരിക്കുമ്പോഴും ദാഹിച്ചിരിക്കുമ്പോഴും അവന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഗ്യാസുകൾ ചില സ്വാഭാവികമായ ദുർഗന്ധങ്ങൾ ഉണ്ടാക്കും. അത് ആർക്കും നമുക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ പടച്ചവൻ പറയാണ്, സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ വെച്ചുകൊണ്ട് നോമ്പുകാരന്റെ വായിൽ നിന്ന് ഉണ്ടായേക്കാവുന്ന ആ ദുർഗന്ധം ഉണ്ടല്ലോ, അതുപോലും എനിക്ക് കസ്തൂരിയേക്കാൾ ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമ്മളെ പടച്ചവൻ എന്തുമാത്രം സ്നേഹിക്കുന്നു നോമ്പുകാരനെ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് വാപ്പമാരും ഉമ്മമാരും നമ്മോട് പിണങ്ങിയിരിക്കുന്ന സമയമുണ്ട്, നമ്മോട് വല്ലാതെ തമാശ പറഞ്ഞും സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും വിശേഷം പറഞ്ഞിരിക്കുന്ന സമയമുണ്ട്. നമുക്ക് ഏതാ ഇഷ്ടം? എന്തോ ഒന്ന് വാപ്പ പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്നപ്പോ വാപ്പ ദേഷ്യം പിടിച്ചിരുന്നിട്ട് വാപ്പ കാണാതെ മാറി കിടന്ന സമയമാണോ? അതല്ല വാപ്പയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായി
ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നമ്മൾ വാപ്പയുടെ ഏറ്റവും നല്ല മൂഡിലിരുന്നപ്പോൾ നമുക്ക് വാപ്പയോട് സംസാരിക്കാനും വാപ്പ നമ്മോട് വാചാലമായി സംസാരിച്ചതുമായ ആ സമയമാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം? അതുപോലെയാണ് നോമ്പുകാരനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എന്നാണ് അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മാർഷ്മലോ ടെസ്റ്റിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും. എത്രയെത്ര നിസ്കാരം നിർവഹിച്ചു, എത്രയെത്ര നോമ്പുകൾ എടുത്തു, എത്ര ഉംറകൾ നിർവഹിച്ചു, ഹജ്ജ് ചെയ്തു, എത്ര രഹസ്യവും പരസ്യവുമായ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, എത്രയാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തതും മനനം ചെയ്തതും പഠിച്ചതും ചർച്ച ചെയ്തതും ഒക്കെ. അങ്ങനെ എത്രയെത്ര സൽക്കർമ്മങ്ങളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വരാനിരിക്കുന്ന ഒരു നാളിലേക്ക് മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ, ഏറ്റവും മനോഹരമായി അള്ളാഹു നമുക്ക് സമ്മാനങ്ങളും അവാർഡുകളും തരുന്ന ആ ദിവസം വലത് കൈയിൽ നമ്മുടെ കർമ്മ പുസ്തകം വർക്ക് ബുക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളാരും എല്ലാവരും ഗ്രന്ഥരചയിതാക്കളൊന്നും ആവില്ല, പക്ഷെ നമ്മളെല്ലാവരും ഒരു പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകം നാളെ നമ്മുടെ കയ്യിൽ തരും. സന്തോഷത്തോടെയും അഭിമാനത്തോടെയും വലത് കൈയിൽ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? അതിനു വേണ്ടി നോക്കൂ, മറ്റൊരു റിസൾട്ടും കിട്ടാതെ, ദുനിയാവിൽ ഒരു പ്രതിഫലവും നമുക്ക് നേട്ടങ്ങളും ഇല്ലാതെ ഇതിനു വേണ്ടി എത്രയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്? ഇതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. മാർഷ്മലോ ടെസ്റ്റിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും. അവിടെയെല്ലാം നമുക്ക് വിജയിക്കാൻ കഴിയണം. ഇതെല്ലാം അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുമ്പോൾ എന്നതാണ് അതിന്റെ ഉത്തരം. എത്രയാണ് നമ്മൾ ഉറക്കമുളച്ചത്? എത്രയാണ് ദീർഘമായി നമ്മൾ നമസ്കരിക്കുന്നത്? എത്രയാണ് നിന്നും ഇരുന്നും കിടന്നും ഒക്കെ നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം ആഖിറത്തിലെ ഈ ഉന്നത വിജയം മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഇതാണ് വിശ്വാസിയുടെ ധാർമ്മിക ശക്തി, ധാർമ്മിക ബലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ പരസ്യമായി മാത്രമല്ല രഹസ്യമായി പോലും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കാരണം. ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾ, ആ ഭൂതം ലോകത്ത് തുറന്നു വിട്ടിരിക്കുന്നത് നിസാരമായ പൊട്ടിത്തെറികളും ഞെട്ടലുകളും അല്ലല്ലോ. പ്രതിപക്ഷം ആരോപിക്കുന്നു ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പോയതുപോലും ആ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട ചില ധാരണകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. എത്രയെത്ര രാജ്യങ്ങളാണ് പരസ്പരം കരാറുകൾ ഇതിന്റെ പേരിൽ, ഈ വഷളത്വത്തിന്റെ പേരിൽ ഇട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, അന്ത്യനാളിന്റെ അടയാളങ്ങൾ വലുതും ചെറുതുമായ അടയാളങ്ങൾ പലതുണ്ട്. അതിലൊന്ന് റസൂൽ പറഞ്ഞത് തഫാഹുഷ് എന്നാണ്. അവസാന നാളുകളാകുമ്പോൾ തഫാഹുഷ് ഉണ്ടാകും. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അശ്ലീലങ്ങൾ, ആഭാസങ്ങൾ എന്നാണ് അർത്ഥം. പ്രത്യേകിച്ചും സെക്ഷൽ ക്രൈമുമായി ബന്ധപ്പെട്ടാണ് ഫാഹിഷത്ത് എന്ന പദം ഖുർആൻ കൂടുതലായി പ്രയോഗിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി ഇവിടെ പ്രയോഗിച്ചത് ഫാഹിഷത്ത് എന്നല്ല, തഫാഹുഷ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഫാഹിഷത്തുകൾ ഉണ്ടാവുകയും അത് വളരെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യുന്ന, വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ധാർമ്മിക അന്തരീക്ഷം സംജാതമാകും എന്നതാണ്. എപ്സ്റ്റീൻ ഫയലുകൾ നമ്മെ പഠിപ്പിക്കുന്നതും മറ്റൊന്നല്ല. നോക്കൂ, ലോകരാഷ്ട്ര നായകന്മാരും ബിസിനസ് ഭീമന്മാർ, ടൈക്കൂണുകളും ഒക്കെ ധാർമ്മികമായി, സാമ്പത്തികമായി അവർ വളരെ ഉയർന്ന നിലയിലും വളരെ ഭദ്രമായ നിലയിലുമൊക്കെ ആകുമ്പോഴും ധാർമ്മികമായി ചെളിക്കുണ്ടുകളിലായിരുന്നു നമ്മൾ ആദരവോടെയെങ്കിലും കാണുന്ന, അല്ലെങ്കിൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന, പലരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പല ആളുകളുടെയും അഴുക്കുപുരണ്ട ജീവിതം എന്നതാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി അള്ളാഹുവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് രഹസ്യമായി വിശന്നിരിക്കാനും, രഹസ്യമായി ദാഹിച്ചിരിക്കാനും, രഹസ്യമായി ഉറക്കമുളയ്ക്കാനും, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനും ഒക്കെ തയ്യാറാവുന്നത്. ഈ വൈകാരിക സാക്ഷരതയുണ്ടല്ലോ, ഇതൊരു ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. ഈ വൈകാരിക സാക്ഷരത എല്ലാവർക്കും കഴിയില്ല. ഈ ഇമോഷണൽ മെച്യൂരിറ്റി ഏറ്റവും മനോഹരമായി നമുക്ക് ആർജിക്കാൻ പറ്റിയ പ്രാക്ടീസാണ് നോമ്പ് എന്ന് പറയുന്നത്. ഖുർആൻ മറ്റൊരു മാർഷ്മലോ ടെസ്റ്റിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ ജുസ്ഇന്റെ അവസാനത്തെ 2 പേജുകളിൽ നമുക്കത് കാണാൻ കഴിയും. ഇസ്രായേൽ സൈന്യം, അന്നും ഇന്നും ഇസ്രായേൽ ഒരു ചർച്ചാ വിഷയമാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതും അനലൈസ് ചെയ്തിരിക്കുന്നതും ഇസ്രായേൽ എന്ന സൊസൈറ്റിയാണ്. മൂസാ നബിയുടെ വിമോചനത്തിനു ശേഷം ഇസ്രായേൽ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരോട് ബനൂ ഇസ്രായേൽ സമൂഹത്തോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ ദുർബലരും ഭീരുക്കളുമായ ആ ആദ്യ ജനറേഷൻ അതിന് തയ്യാറായില്ല. മൂസാ നബിക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനതയുമായി ചെന്ന് ഇസ്രായേൽ രാജ്യം മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവരുടെ വാഗ്ദത്ത ഭൂമിയിൽ കടക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബിക്കും ഹാറൂൻ നബിക്കും ശേഷം വന്ന ശംവീൽ നബി അലൈഹിസ്സലാം, ശമൂവേൽ പ്രവാചകൻ, സാമുവൽ, അദ്ദേഹവും അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാരുടെയൊക്കെ കാലഘട്ടങ്ങളിലാണല്ലോ
ഇസ്രായേൽ ജനത തങ്ങളുടെ വാഗ്ദത്ത ഭൂമി കയ്യേറിയത്. അങ്ങനെ പോകുന്ന വഴിയിൽ ശംവീൽ പ്രവാചകനോട് അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു വരും. ഒരു പ്രവാചകനെ കൊണ്ട് മാത്രമൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തന്നാൽ ആ രാജാവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, എന്നിട്ട് ഞങ്ങൾ ഈ വാഗ്ദത്ത ഭൂമി കീഴടക്കിക്കോളാം. അങ്ങനെ ആ പ്രവാചകൻ ജാലൂത്തിനെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ജാലൂത്ത് അവർക്കിടയിൽ ഹയറാർക്കലി നോക്കിയാൽ താഴേക്കിടയിൽ നിൽക്കുന്ന കുടുംബപരമായും വിദ്യാഭ്യാസപരമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ അവർ കീഴാണ്. ഇയാളെ എങ്ങനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ പക്ഷെ അവർ ജാലൂത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്ക് ജോർദാൻ നദി കടന്നു പോകണം. ആ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവിടെയുള്ള ഗോലിയാത്തിന്റെ ജാലൂത്തിന്റെ സൈന്യവുമായി ഏറ്റുമുട്ടണമെങ്കിൽ ഇസ്രായേൽ പടയ്ക്ക് ത്വാലൂത്തിന്റെ നേതൃത്വത്തിൽ കിങ് ത്വാലൂത്തിന്റെ നേതൃത്വത്തിൽ പോകേണ്ടതുണ്ട്. ജോർദാൻ നദി കടന്നു പോകണം. അവിടെ അള്ളാഹു ഒരു പരീക്ഷണം വെക്കുകയാണ്. ഫലമ്മ ഫസല ത്വാലൂത്തു ബിൽ ജുനൂദ് ഖാല ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ. അള്ളാഹു നിങ്ങളെ ഒരു നദി കൊണ്ട് പരീക്ഷിക്കാൻ പോവുകയാണ്. ആ നദി നമുക്ക് കുടിക്കാനോ കുളിക്കാനോ ഉള്ളതല്ല, കുടിക്കാതിരിക്കണം, അതിനുള്ള പരീക്ഷണമാണ്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി. ആ ജോർദാൻ നദി കടന്നു പോകുമ്പോൾ ആരെങ്കിലും അതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അവൻ പിന്നെ നമ്മുടെ സൈന്യത്തിൽ ഉണ്ടാവില്ല. വമല്ലം യത്അംഹു ഫഇന്നഹു മിന്നി. അതുകൊണ്ട് ദാഹം അകറ്റാത്തവർ ആരുണ്ടോ അവരെ നമ്മളിൽ പെടുകയുള്ളൂ. ഇല്ലാ മൻ ഇഗ്തറഫ ഗുർഫതൻ ബിയദിഹി. ഒരു അര കൈക്കുമ്പിൾ വേണമെങ്കിൽ വല്ലവരും കുടിച്ചോട്ടെ എന്നൊരു അനുവാദവും കൊടുത്തു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ആ ഭാഗം പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ പറയാണ് ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും. പക്ഷേ ആ ഇസ്രായേൽ സൈന്യത്തിലെ വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് വെള്ളം കുടിക്കാതിരുന്നത്. ബാക്കി മുഴുവൻ ആളുകളും കുടിച്ചു. അവർക്ക് ദാഹം നിയന്ത്രിക്കാനായില്ല. കുറച്ചു പേർക്ക് മാത്രമാണ് ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിഞ്ഞത്. ഇതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഭാവിയിൽ വരാനിരിക്കുന്ന നേട്ടങ്ങളെ തെളിമയോടെ വ്യക്തമായി കാണാൻ കഴിയുക എന്നതാണ്. വരാനിരിക്കുന്ന നേട്ടങ്ങളെ വളരെ വളരെ ക്ലാരിറ്റിയോടെ വിഷ്വലൈസ് ചെയ്യാനും എന്നിട്ട് ആത്മനിയന്ത്രണം പാലിക്കാനും സാധിക്കുക. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ചും നോമ്പിലൂടെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ഏറ്റവും വലിയ പരിശീലനം എന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്. ഒരു നാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നിലച്ചവർ പറഞ്ഞു കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതിയാൽ എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറയുന്നത് ജോർദാൻ നദി കടന്ന് ആത്മനിയന്ത്രണം പാലിച്ച് വെള്ളം കുടിക്കാതെ കടന്നവർ, അവരെ മാത്രമേ പിന്നെ ത്വാലൂത്ത് കൂടെ കൊണ്ടുപോയുള്ളൂ യുദ്ധത്തിനായിട്ട്. ബാക്കിയുള്ളവരോട് അദ്ദേഹം മടങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ നദി കടന്ന് ജോർദാൻ നദിയിലെ ആ പരീക്ഷണം, ആ മാർഷ്മലോ ടെസ്റ്റ് വിജയിച്ച് അപ്പുറത്തെത്തിയവർ ചരിത്രത്തിൽ പറയുന്നു 313 പേരായിരുന്നു എന്ന്. ബദറിലെ 313 പോലെ തന്നെ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്രയെത്ര ഈ മാർഷ്മലോ ടെസ്റ്റിൽ പരാജയപ്പെട്ട ഭൂരിപക്ഷം ആളുകൾ അവർക്ക് ചരിത്രത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, വർത്തമാനത്തിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരല്ല കാര്യങ്ങൾ, ചരിത്രത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് ഇത്തരം ഇമോഷണൽ കോഷന്റ്, ഇമോഷണൽ മെച്യൂരിറ്റിയും വിൽ പവറും ആത്മനിയന്ത്രണവും ആർജിച്ച ധാർമ്മിക ശക്തിയുള്ള ആളുകൾക്ക് മാത്രമാണ്. അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങളെയാണ് ഖൈറു ഉമ്മത്ത് എന്ന് വിളിക്കുന്നത്. ഖൈറു ഉമ്മത്ത്, ഈ ഉമ്മത്ത് എന്ന പദപ്രയോഗം പോലും നമ്മൾക്ക് ചിന്തോദ്ദീപകമാണ്. ഉമ്മത്ത് മുഹമ്മദ് എന്നാണ് സാധാരണ പറയുക. സത്യത്തിൽ ഉമ്മത്തും കൗമും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു ജനത, ഒരു സമൂഹം എന്നതിന് കൗമ് എന്ന് പ്രയോഗിച്ചാൽ മതി. പക്ഷേ കൗമ് എന്ന് പറഞ്ഞാൽ മലയാളികൾ ഒരു കൗമാണ്, തമിഴർ മറ്റൊരു കൗമാണ്, കർണാടകയിലുള്ള ഒരു കൗമാണ്, ഇന്ത്യക്കാർ ഒരു കൗമാണ്. അവർക്ക് കൃത്യമായ ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. ജനിച്ചു, വളരുന്നു, ജീവിച്ച സാഹചര്യങ്ങളിൽ മരിച്ചങ്ങ് പോകുന്നു എന്നതേ ഉള്ളൂ. പക്ഷെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കൃത്യമായ ലക്ഷ്യമുള്ള, കൃത്യമായ ടാർഗറ്റുള്ള, എന്നിട്ട് അതിന് വെൽ പ്ലാൻഡ് ആയി കൃത്യമായ ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റിയുമുള്ള, സംഘബോധവും ഐക്യബോധവുമുള്ള ഒരു ടീമിനെയാണ് ഉമ്മത്ത് എന്ന് വിളിക്കുക. അപ്പോ അറബ് സമൂഹം കൗമായിരുന്നു, അവരെ ഉമ്മത്താക്കി, ഖൈറു ഉമ്മത്താക്കി മാറ്റുന്ന പ്രോസസ്സാണ് നീണ്ട 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി ചെയ്തത്. ഇതേ ഉമ്മത്ത് മുഹമ്മദ് ആയിരിക്കണം നമ്മൾ എന്നാണ് റസൂലുള്ളാഹിയും ആഗ്രഹിക്കുന്നത്. അപ്പോ കൗമിൽ നിന്നും ഒരു ഉമ്മത്തുണ്ടാവണം. ജോർദാൻ നദി കടന്നപ്പോൾ ഇസ്രായേൽ ജനത എന്ന കൗമിൽ നിന്നും 313 പേർ എന്ന ഉമ്മത്തുണ്ടായി. ഇതേപോലെ ഒരു ഉമ്മത്തിനെയാണ് ബദറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുകയും ആയിരങ്ങളെ കീഴടക്കാൻ പിന്നെ കഴിയുകയും ചെയ്തത്. വല്ലാഹു മഅ സ്വാബിരീൻ. അള്ളാഹു ഇങ്ങനെ സബ്ർ പാലിക്കുന്ന, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ വിശ്വസിക്കുന്ന,
ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ചതിക്കുഴിയിൽ വീണുപോകാത്ത, പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന, അല്ലെങ്കിൽ ദുനിയാവിന്റെ ആസക്തികൾ, ഇന്ന ദുനിയ ഹുൽവത്തുൻ ഖദിറത്തുൻ എന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. ദുനിയാവ് മധുരമുള്ള ഹുൽവത്തുൻ, ഹൽവയാണ്, പച്ചപ്പുള്ളതാണ്. അക്കരപ്പച്ച എന്ന എഫക്റ്റ് നമ്മളിൽ പലരെയും പിടികൂടാറുണ്ട്. ദുനിയാവിന്റെ ആസക്തികളിൽ പെട്ടുപോകാതെ അതിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ് സൗമ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇച്ഛകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് സംഗതികളാണ് ഉറക്കവും ഭക്ഷണവും. മനുഷ്യൻ ശീലങ്ങളുടെ അടിമകളാണ്, പല തരം ശീലങ്ങളുടെയും അടിമകളാണ്. ഒരുപക്ഷെ അതിൽ ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടുള്ള, ദൈനംദിനം ചെയ്ത് ഭയങ്കരമായി നമ്മൾ അഡിക്റ്റായി പോയിട്ടുള്ള രണ്ട് പ്രതിഭാസങ്ങൾ, രണ്ട് ശീലങ്ങളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും. ഭക്ഷണം, രാവിലെ കിട്ടേണ്ട ചായ സമയം വൈകിയാൽ അന്നത്തെ ദിവസത്തെ മൂഡ് പോകുന്നവരാണ് നമ്മളിൽ പലരും. ബ്രേക്ക്ഫാസ്റ്റ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം മുമ്പിലെത്തിയില്ലെങ്കിൽ നമ്മൾ ശപിക്കുകയോ ദേഷ്യം പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. ഇനി ഉറക്കം, ചിലർക്ക് രാത്രി 10 മണിക്ക് ശേഷം ആരെങ്കിലും തന്നെ വിളിച്ചാൽ അന്നത്തെ ദിവസം അവരുടെ ഉറക്കം പോകും, അല്ലെ? ഉറക്കവും ഭക്ഷണവും നമ്മുടെ ജീവിതത്തെ ആഴ്ന്നു ചൂഴ്ന്നു നിൽക്കുന്നു, അത്രമാത്രം. ഈ രണ്ട് കാര്യങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവച്ചിരിക്കുന്നത് നോമ്പിലൂടെ. നോക്കൂ, സാധാരണഗതിയിൽ റമദാൻ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമയം, ആ സമയമാണ് 3:30, 4 മണി, 4:30 സമയത്ത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ സമയത്ത്, റമദാൻ അല്ലാത്ത സമയത്ത് നമുക്ക് തന്നാൽ നമ്മൾ ഉറക്കമേ തിരഞ്ഞെടുക്കൂ, അല്ലെങ്കിൽ അത്രയും വലിയ തീറ്റക്കുതിയന്മാരായിരിക്കണം നമ്മൾ. 3:30, 4 മണി, 5 മണി സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം മുമ്പിൽ കൊണ്ട് വെച്ചാലും നമ്മൾ ഉറക്കമേ തിരഞ്ഞെടുക്കൂ, അത്രമാത്രം നമ്മൾ ഉറക്കത്തോട് അഡിക്റ്റഡ് ആണ്. ഇനി ഭക്ഷണവും അങ്ങനെ തന്നെ. ഈ രണ്ട് കാര്യങ്ങളിലും ഖുർആൻ കൈവച്ചു, അള്ളാഹു കൈവച്ചു. നീ നേരത്തെ എഴുന്നേൽക്കണം, എന്നിട്ട് ആ സമയത്ത് കഴിക്കണം. നീ സാധാരണ ദിവസങ്ങളിൽ കഴിക്കുന്ന നേരങ്ങളുണ്ട്, രാവിലത്തെ ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതൊക്കെ നീ ഉപേക്ഷിക്കണം. എന്നിട്ടോ സാധാരണ രീതിയിൽ കഴിക്കാൻ സാധ്യതയില്ലാത്ത മഗ്രിബിന്റെ നേരത്ത് നീ കഴിക്കണം. ഇങ്ങനെ ഉറക്കം, നീ നീണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നീ നമസ്കരിക്കണം. നമ്മുടെ ഉറക്കവും ഉറക്കത്തിന്റെ ശീലങ്ങളും ഭക്ഷണത്തിന്റെ ശീലങ്ങളും അടിമുടി കുഴമറിയുന്ന, അട്ടിമറിയുന്ന പരിശീലനത്തിന്റെ രാവുകളാണ് ഈ നോമ്പിലൂടെ അള്ളാഹു നമുക്ക് തരുന്നത്. അപ്പോ നിങ്ങൾ മറ്റാരുടെയും അടിമകളാകരുത്, അള്ളാഹുവിന്റെ മാത്രം അടിമയാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശീലങ്ങളുടെയും നമ്മുടെ ദേഹത്തും ജീവിതത്തിലും അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇച്ഛകളുടെയും അടിമകളാകരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വലമ്മ ബറസൂലി ജാലൂത വജുനൂദിഹി ഖാലു റബ്ബന അഫ്രിഖ് അലൈനാ സബ്റ. അങ്ങനെ ത്വാലൂത്തിന്റെ നേതൃത്വമുള്ള ആ സൈന്യം ജാലൂത്തിനെ കീഴടക്കിയല്ലോ. അവിടെയാണല്ലോ ദാവൂദ് എന്ന് പറയുന്ന ഹീറോയുടെ ഉദയം ഒക്കെ ഉണ്ടായത്. ദാവൂദ് നബി ആണല്ലോ, എന്ന ഇടയനാണല്ലോ ജാലൂത്തിനെ തെറ്റാലിക്കടിച്ച് കൊന്നുകളഞ്ഞത്. അങ്ങനെയാണല്ലോ ഇസ്രായേൽ ജനതയുടെ വീരപുരുഷനായി ആര് മാറുന്നത്? ദാവൂദ് മാറുന്നത്. ഈ ദാവൂദിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അലൈഹിസ്സലാം, അള്ളാഹുവിനെ ഇഷ്ടമുള്ള നോമ്പുകാരിൽ ഏറ്റവും ഇഷ്ടമുള്ള നോമ്പുകാരൻ അല്ലെങ്കിൽ നോമ്പ് ദാവൂദിന്റെ നോമ്പാണ്. അദ്ദേഹം ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പില്ലാതെ കഴിച്ചു കൂട്ടും, അടുത്ത ദിവസം നോമ്പെടുക്കും, അതിന്റെ അടുത്ത ദിവസം നോമ്പില്ലാതെ കഴിച്ചു കൂട്ടും. ഇങ്ങനെയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ തനിക്കും തന്റെ മകനും അള്ളാഹു സവിശേഷമായി മറ്റൊരു അംബിയാ മുർസലീങ്ങൾക്കും മറ്റ് രാജാക്കന്മാർക്കോ ചക്രവർത്തിമാർക്കോ നൽകാത്ത ഒരുപാട് സാങ്കേതിക വിദ്യകൾ നൽകാൻ അനുഗ്രഹിച്ചിരുന്നു, സവിശേഷമായ അനുഗ്രഹങ്ങൾ. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന കാണാം, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നിന്നോട് ശുക്ർ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് നീ നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ രണ്ട് സ്ഥലത്ത് ഖുർആനിൽ കാണാൻ കഴിയും. ഔസിഇനി അൻ അശ്കുറ നിഅമതക. അപ്പൊ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുക. നമ്മുടെ മനസ്സ് സക്കീനത്തിലേക്ക് എത്താൻ, ശാന്തിയിലേക്കും സമാധാനവും അടയാൻ അത് തന്നെ ധാരാളമാണ്. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും കൃതജ്ഞതയും നിറഞ്ഞ മറുപടികളാവണം നമ്മളിൽ നിന്നും ഉതിരേണ്ടത്. ഓ, അങ്ങനെയൊക്കെ പോകുന്നു, എന്തു പറയാനാ എന്ന വല്ലായ്മയുടെയും ഇല്ലായ്മയുടെയും പരാതിപ്പെട്ടികളല്ല നമ്മൾ തുറക്കേണ്ടത്. നോമ്പ് നമ്മളെ ആ അർത്ഥത്തിൽ ആഴത്തിൽ പരിശീലിപ്പിക്കുന്നു എന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അവസാനിപ്പിക്കുകയാണ്. ഉമ്മത്ത് മുഹമ്മദ് ഖൈറു ഉമ്മത്തായി മാറണമെങ്കിൽ ഇനി വേണ്ടത് അവരുടെ ബിസിനസ്സിലുള്ള അവരുടെ സ്കില്ല് മുസ്ലിം സമുദായം തെളിയിച്ചു കഴിഞ്ഞതാണ്. എഡ്യൂക്കേഷനിലും അവർ കുതിച്ചു മുന്നേറുകയാണ്, ഒരു സംശയവുമില്ല. ഇനി വേണ്ടത് വൈകാരികമായി പക്വതയുള്ള, വൈകാരിക സാക്ഷരത കൈവരിച്ചവരായി മുസ്ലിം ഉമ്മത്ത് മാറുക എന്നതാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല, നമ്മളെല്ലാവരും അക്കാര്യത്തിൽ ജാഗ്രതയും അവബോധവും ഉള്ളവരാണ്.
ഭരണകൂട ഭീകരത ഒരു വശത്ത് നമ്മെ നന്നായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സ്വത്വങ്ങളെയും അസ്തിത്വങ്ങളെയും വ്യക്തിത്വങ്ങളെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധിയുടെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് കൃത്യമായ പ്ലാനുകളുണ്ട്. രാഷ്ട്രീയം, സംസ്കാരം, വിദ്യാഭ്യാസം, ആത്മീയം തുടങ്ങിയ മേഖലകളിലൊക്കെ പവർഫുൾ ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഇവരെല്ലാം മുമ്പ് ഒരു 2 പതിറ്റാണ്ടുകൾ മുമ്പില്ലാത്ത ഐക്യബോധത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് ഉമ്മത്ത് മുഹമ്മദിന്റെ മുന്നോട്ടുള്ള പോക്ക്. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇനി അക്കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് വൈകാരികമായ സാക്ഷരതയും പക്വതയുമുള്ള ഒരു ജനറേഷൻ ഇന്ത്യയിൽ രൂപപ്പെടുക എന്നതാണ്. അതിന് ഈ നോമ്പിലെ ഇബാദത്തുകൾ നമ്മെ വല്ലാത്ത ഒരു പരിശീലനത്തിലൂടെ കടന്നുകൊണ്ടുപോകുന്നുണ്ട് എന്ന തിരിച്ചറിവും ഇൻസൈറ്റുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നോമ്പെടുക്കുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന ഇൻസ്പിറേഷനിൽ ഈ ഒരു ഇമോഷണൽ ട്രെയിനിങ്ങും കൂടി ഉൾപ്പെടണം എന്നതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളുടെ മഹത്വവും അതിന്റെ ആഴവും നമ്മൾ നന്നായി തിരിച്ചറിഞ്ഞ് നമ്മുടെ സാമൂഹിക ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ ഉത്ബുദ്ധ സദസ്സിനോട് അവസാനമായി പ്രവർത്തിക്കാനുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Assalamualaikum. Ada yang telah berlaku